കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയും ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമയും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ആസാം മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സംസ്ഥാനത്തുടനീളമുള്ള ഭൂമികൾ കയ്യേറിയെന്ന ആരോപണത്തിനെതിരെ ഇപ്പോൾ ഗൊഗോയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് ഹിമന്ത വിശ്വ ശർമ. ഏകദേശം 12,000 ബിഘ ഭൂമി മുഖ്യമന്ത്രിയുടെ കുടുംബം കൈവശപ്പെടുത്തി എന്നതാണ് ഗൊഗോയുടെ ആരോപണം. അതായത് ഈ ഒരു ആരോപണത്തിനെതിരെയാണ് ഇപ്പോൾ ഹിമന്ത വിശ്വ ശർമ ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ 500 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഗൊഗോയുടെ ആരോപണത്തിനെതിരെ ഹിമന്ത വിശ്വ ശർമ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജിതേന്ദ്ര സിംഗ്, ഭൂപേഷ് ബഗേൽ എന്നിവർക്കെതിരെയും ഇത്തരത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഗൊഗോയുടെ കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ തന്നെ പ്രസ്താവന വ്യാജവും അവിടെ ദുരുദ്ദേശപരവുമാണ് എന്നതായിരുന്നു ഹിമന്ത വിശ്വ ശർമ എടുത്തു ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹമാകട്ടെ ഒരു പത്രസമ്മേളനത്തിലൂടെയാണ് ഇത്തരത്തിൽ തനിക്കെതിരെ തെറ്റായതും ദുരുദ്ദേശപരവുമായ അല്ലെങ്കിൽ അപകീർത്തികരവുമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കളായ ജിതേന്ദ്ര സിംഗ്, ഭൂപേഷ് ബാഗേൽ, ഗൗരവ് ഗൊഗോയ് എന്നിവർ ഉന്നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇവർക്കെതിരെ ഇന്ന് അതായത് 500 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് എന്നും ഹിമന്ത വിശ്വ ശർമ വ്യക്തമാക്കി. ഹിറ്റ് ആൻഡ് റൺ രാഷ്ട്രീയത്തിന്റെ യുഗം അവസാനിച്ചുവെന്നും അവർക്കൊരു ഔൺസ് ധൈര്യമോ അല്ലെങ്കിൽ തെളിവോ ഉണ്ടെങ്കിൽ എല്ലാ ആരോപണങ്ങളും കോടതിയിൽ തെളിയിക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതും. വ്യാജ പ്രചരണങ്ങൾ, അപവാദങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ എന്നിവയാൽ തന്നെ ഭയപ്പെടുത്താൻ ഗാന്ധി കുടുംബത്തിന്റെ അടിമകൾക്ക് കഴിയില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ്. ആസാം ആകട്ടെ കോൺഗ്രസ് മേധാവി ഗൗരവ് ഗൊഗോയ്ക്ക് അതുപോലെ ശർമ്മയുടെ കുടുംബം സംസ്ഥാനത്തുടനീളം ഏകദേശം 12,000 ബിഘ ഭൂമി, അതായത് 3,960 ഏക്കറിൽ കൂടുതൽ തന്നെ കയ്യേറിയതായി തന്നെ ആരോപിച്ചുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിൽ അസം മുഖ്യമന്ത്രി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഗൗരവ് ഗൊഗോയ്ക്ക് പാകിസ്ഥാനുമായി തന്നെ ബന്ധമുണ്ട് എന്ന ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹിമന്ത വിശ്വ ശർമ രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗൗരവമാണ് എന്നും അതിനാൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേസ് ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേപോലെ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് അവിടെ വലിയ രീതിയിൽ അതായത് കോൾബർണിന് അവിടെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി തന്നെ ബന്ധമുണ്ട് എന്നത് BJP ഉയർത്തുന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാനിൽ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻ ഉപദേഷ്ടാവായിരുന്ന തക്ബീർ ഷേഖിനാകട്ടെ അതിന് കീഴിൽ ഇസ്ലാമാബാദിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എലിസബത്ത് രഹസ്യ വിവരങ്ങൾ കൈമാറിയതായി തന്നെ അവിടെ വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ ക്യാബിനറ്റ് തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.